അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നവീകരിച്ച 3 സ്റ്റേഷനുകൾ നാളെ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂർ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെയാണ് നവീകരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് വരുമാനത്തിൽ മലപ്പുറം ജില്ലയിൽ 1-ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 18-ാം സ്ഥാനത്തുമുള്ള സ്റ്റേഷനാണ് തിരൂർ. തിരൂർ സ്റ്റേഷന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആധുനിക രീതിയിലുള്ള വികസനമാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. 3 വർഷം കൊണ്ട് 26 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഷൻ നവീകരണം പൂർത്തീകരിച്ചത്. സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം പൂർണ്ണമായും നവീകരിച്ചു. പദ്ധതിക്കായി ആദ്യം 18 കോടി രൂപയാണ് അനുവദിച്ചിരുന്നതെങ്കിലും 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൗണ്ടറിൽ 2 ഓട്ടോമാറ്റിക് ടിക്കറ്റ് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കി കഴിഞ്ഞു. യാത്രക്കാർക്കായി അത്യാധുനിക രീതിയിലുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, നവീകരിച്ച പ്ലാറ്റ്ഫോമുകൾ, വിപുലമായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഈ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കായി ആധുനിക രീതിയിലുള്ള താമസ സൗകര്യങ്ങളും സ്റ്റേഷനിൽ സജ്ജമായി കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി അമൃത് ഭാരത് പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ തിരൂരിൽ ഇന്ന് കാണുന്ന ഈ വികസനം എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിനാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും റെയിൽവേ മന്ത്രിയെയും അവരെ എല്ലാവരെയും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഭിവാദ്യം ചെയ്യുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. യാത്രക്കാർക്കുള്ള എല്ലാ അമ്യൂണിറ്റീസും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ചേർത്തിട്ട് 2-3 പ്ലാറ്റ്ഫോമിൽ എല്ലാ സൗകര്യവും ഏകദേശം ചേർത്തിട്ട് നമ്മൾ വിചാരിച്ചതിനപ്പുറം ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെയേറെ സന്തോഷമുള്ളത്. വളരെ അധികം സന്തോഷമുണ്ട് ഈ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ പ്രധാനമന്ത്രി മിസ്റ്റർ മോദിജിയും അതുപോലെ തന്നെ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവും ഒക്കെ ചെയ്ത ഈ പരിപാടിക്ക് ഞങ്ങൾ തിരൂർക്കാർ എന്ന നിലയിൽ, സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ വളരെയധികം നമ്മൾ അഭിമാനാർഹമാണ്. മലപ്പുറം ജില്ലയിൽ തിരൂരിന് പുറമെ പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നീ അമൃത് ഭാരത് സ്റ്റേഷനുകളും നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ഉദ്ഘാടന ചടങ്ങ്. ഓരോ സ്റ്റേഷനിലും പ്രത്യേകം ചടങ്ങുകൾ നടക്കും. നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ 16.44 കോടി രൂപ ചെലവിലും പരപ്പനങ്ങാടി സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവിലുമാണ് വികസനം നടപ്പാക്കിയത്. ജില്ലയിൽ ആകെ 5 സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ചിട്ടുള്ളത്. പാലക്കാട് ഡിവിഷന് കീഴിലെ 4 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ അവഗണിക്കപ്പെട്ട് കടന്നിരുന്ന ഒട്ടേറെ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ളത്. തിരൂരിലെ അമൃത് ഭാരത് സ്റ്റേഷനിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.